ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നലത്തെ ശുശ്രൂഷ കേട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ശുശ്രൂഷിച്ചത് രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിനെ അറിയുകയും യേശു ആരാണെന്ന് വ്യക്തമായിട്ട് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും ആ തിരിച്ചറിവോടുകൂടി വന്ന യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് അവൾ സൗഖ്യം പ്രാപിച്ചതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു വചന ശുശ്രൂഷയായിരുന്നു ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നത്. ആ വചന ശുശ്രൂഷ കേട്ടാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും യേശു ക്രിസ്തുവാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ആ സ്ത്രീക്ക് ആ സൗഖ്യത്തിന് കാരണമായി തീർന്നതെന്ന്. ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുമ്പോഴേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മീയമായ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ്, അതുപോലെ തന്നെ നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന ശാരീരികമായ രോഗാവസ്ഥകളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാവിധ പ്രതികൂലങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പുകാരൻ യേശുവാണ്. ആ യേശു നിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുപ്പ് വില ക്രൂശിൽ കൊടുത്തതുകൊണ്ട് അത് ഏതൊരു മനുഷ്യനും അത് അനുഭവിക്കാൻ കഴിയും. സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ് വിലയാണ് യേശു ക്രൂശിൽ കൊടുത്തത്. അതുകൊണ്ടിട്ട് യേശുവിനെ നിങ്ങൾ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ്, നിങ്ങൾ വീണ്ടെടുപ്പുകാരനാണ്, മിശിഹായാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വിശ്വാസത്തോടെ നിങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഏതവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് വിടുതലുണ്ട്. ശാരീരികമായ സൗഖ്യമുണ്ട്, ഭൗതികമായ മേഖലകളിൽ വിടുതലുണ്ട്. ഇതിനെല്ലാത്തിലേക്കാൾ അധികം നിങ്ങളുടെ ആത്മാവിൽ വീണിട്ടുള്ള പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനമുണ്ട്. ഈ യേശുവിനെ നിങ്ങൾ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിത്യജീവനിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നിങ്ങൾ ദൈവരാജ്യത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യമാണ് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇതൊരു യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. ഈ 17-ാം അധ്യായം യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. അതും യേശു ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വാക്യത്തിലേക്ക് കിടക്കാം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഇതാണ് ആ വാക്യം. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ ഇവിടെ യേശു പറയാണ്, ഏകസത്യദൈവമായ നിന്നെ, നിജപിതാവായ ദൈവത്തെയും പിതാവായ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പോൾ നമ്മൾ പിതാവായ ദൈവത്തെ അറിയണം. ആ ദൈവം നമ്മളുടെ മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായിട്ട്, എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരാണെങ്കിലും നിങ്ങൾ വ്യക്തിപരമായി നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ വീണ്ടെടുപ്പിനായിട്ട്. ഇപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പിനായിട്ട്, എൻ്റെ പാപമോചനത്തിനായിട്ട്, എൻ്റെ മേൽ പാപമുഖാന്തരം വന്ന ശാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും മറ്റുള്ള എല്ലാവിധ അവസ്ഥകളിൽ നിന്നും എനിക്ക് ഒരു മോചനമുണ്ട്. ആ മോചനത്തിനായിട്ട് നമ്മുടെ ദൈവം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്കായി നൽകി. അപ്പോൾ ആ പുത്രനെ നമുക്ക് നൽകിയ പിതാവിനെ നമ്മൾ ആദ്യം അറിയണം. നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ യേശു കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തിയത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണ് യേശു കർത്താവ് പറഞ്ഞത്. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു തൻ്റെ പിതാവിനെ നമുക്ക് പിതാവായി നൽകി, എന്ന് വെച്ചാൽ ദൈവത്തെ നമുക്ക് പിതാവായിട്ട് നൽകി. അപ്പോൾ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുമ്പോൾ, ദൈവം ഇന്ന് മനുഷ്യൻ്റെ പിതാവാണ്. മനുഷ്യരാശിയുടെ എല്ലാവരുടെയും പിതാവായിട്ടാണ് ദൈവത്തെ നമുക്ക്
നമ്മുടെ വീണ്ടെടുപ്പുകാരനായ നമ്മുടെ ക്രിസ്തുവായ യേശു നമുക്ക് നൽകിയത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകുന്ന യോഹന്നാന്റെ സുവിശേഷം 1:12. അപ്പോൾ നമ്മൾ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിത്തീർന്നു. അപ്പോൾ ഇതറിയണം. അതാണ് ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പോൾ പിതാവായ ദൈവം സകല മനുഷ്യരുടെയും പിതാവായി മാറി എന്ന് വെച്ചാൽ യേശുവിൻ്റെ പിതാവ് സകല മനുഷ്യരുടെയും പിതാവായി മാറി എന്ന് വെച്ചെന്നാൽ യേശു തൻ്റെ പിതാവിനെ തന്നെ സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പിതാവായിട്ട് നമുക്ക് നൽകി. അപ്പം ഇന്ന് ദൈവം നമ്മുടെ പിതാവാണ്. ദൈവത്തെ പിതാവായിട്ട് നമ്മൾ കാണേണ്ടത്. പഴയ നിയമത്തിൽ യഹൂദന്മാർക്ക് വെളിപ്പെട്ടത് യഹോവ എന്ന നാമത്തിലാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവം നമ്മുടെ അപ്പനാണ്, പിതാവാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥയാണ് ദൈവം നമ്മുടെ അപ്പനായി മാറിയെന്നാൽ. എന്താണ് നമുക്ക് പിന്നെ എന്തിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടണം? ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് വെച്ചാൽ ദൈവം നമ്മുടെ അപ്പനാണ്. പിന്നെ അടുത്തത് പറയാണ്, നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പം ഇവിടെ പറയുന്നത് യേശുവിനെ അറിയുന്നത് എന്നല്ല, യേശു ക്രിസ്തുവായി തീർന്നു. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനായി തീർന്നു. എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരിക്കൽ കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുകയും ചെയ്തത് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. പ്രത്യേകിച്ച് നീ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ നീ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, യേശു നിനക്കാരാണെന്ന് ചോദിക്കാൻ. ഞാൻ പലരോടും ചോദിച്ചു, യേശു നിങ്ങൾക്ക് ആരാണ് യേശു ചോദിച്ചപ്പോൾ പലരും പറഞ്ഞത് പല അഭിപ്രായങ്ങളാണ്. അപ്പനാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, രക്ഷകനാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള മറുപടികൾ എനിക്ക് കിട്ടി. ഇതിൽ രക്ഷകനാണെന്ന് പറയുന്നത് അത് കറക്റ്റാ, ശരിയാ. പക്ഷെ എങ്കിലും ഈ നമ്മൾ വായിക്കുന്ന വചനപ്രകാരം നമുക്ക് യേശുവിനെ ദൈവം നൽകിയത് ക്രിസ്തുവായിട്ട്, എന്ന് വെച്ചാൽ വീണ്ടെടുപ്പുകാരൻ. അപ്പം നമുക്കൊരു വീണ്ടെടുപ്പുകാരനെയാണ് ഈ പിതാവായ ദൈവം നൽകിയത്. അതാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രയധികം ദൈവം നമ്മെ സ്നേഹിച്ചു. അതാണ് ആ ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ദൈവം ഇന്ന് നമ്മുടെ അപ്പനാണ്. പുത്രനായ യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, ക്രിസ്തുവാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ നിങ്ങൾ യേശു നിങ്ങളെ വീണ്ടെടുപ്പുകാരനാണ്, ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടും തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഇത് യേശു ജീവിച്ചിരുന്ന കാലത്തും ഉണ്ടായിരുന്ന ഒരു വിഷയം തന്നെ. അതുകൊണ്ടിട്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 16 യേശു ശിഷ്യന്മാരോട് ചോദിക്കുക, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവിടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ജനങ്ങൾ പറഞ്ഞതായിട്ട് പറയുമ്പോഴും യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അവിടെയാണ് പത്രോസ് പറഞ്ഞത്, നീ ജീവനുള്ളവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അവിടെ ക്രിസ്തു എന്നുള്ള ആ ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടി. അപ്പോഴാണ് യേശു പറയുന്നത്, ജഡരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് സ്വർഗസ്ഥനായ പിതാവത്രേ. അപ്പോൾ യേശുവിനെ ക്രിസ്തുവാണെന്ന് ഒരു വ്യക്തി തിരിച്ചറിയുന്നതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിടുതലിൻ്റെ തുടക്കം. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുവിനെ അറിയണമെന്നല്ല പറഞ്ഞത്, യേശു ക്രിസ്തുവാണെന്ന് അറിയണം. യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നമ്മൾ ഇന്ന് കേൾക്കുന്ന ശുശ്രൂഷകളിൽ ഈ യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കാറുണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ നമ്മളുടെ സഭകളിൽ ഇന്ന് യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിക്കുന്ന എത്ര കൂട്ടായ്മകളുണ്ട്. യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് ജനത്തിൽ പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരേ ശുശ്രൂഷകരെ ദൈവമാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം,
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ഒരു പത്രോസ് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്. അവിടെ പത്രോസ് പറയാൻ, നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവും ആക്കി വച്ചിരിക്കുന്നു എന്നാണ് പ്രസംഗിക്കുന്നത്. അത് കേട്ടിട്ടാണ് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു. അവിടെ 3000 പേര് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ അവർ പത്രോസ് പ്രസംഗിച്ചത് യേശുവിനെ ക്രിസ്തുവാണെന്ന് പ്രസംഗിച്ചു, യേശുവാണ് കർത്താവ് എന്ന് പ്രസംഗിച്ചു, യേശുവിനെ കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. ദൈവം നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനായ ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ പത്രോസ് പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടപ്പോഴാണ് അവിടെ 3000 പേര് മാനസാന്തരപ്പെട്ടത്. ഇന്ന് നമ്മൾ സുവിശേഷം അറിയിക്കുന്നുണ്ട്. പക്ഷെ സുവിശേഷം അറിയിക്കുമ്പോൾ നമ്മൾ യേശുവിനെ ക്രിസ്തുവാണെന്ന് ഉള്ള വെളിപ്പാടോടുകൂടിയാണോ നമ്മൾ പ്രസംഗിക്കുന്നത്? നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഈ യേശുവിനെ ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടുകൂടിയാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? നമ്മൾ പലപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞത് സുവിശേഷമാണോ നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ സുവിശേഷം എന്ന് വെച്ചെന്നാൽ എന്താ? ദൈവം മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായിട്ട് തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വച്ചിരിക്കുന്നു എന്നാണ് പ്രസംഗിക്കേണ്ടത്. ഇവിടെ പത്രോസ് പ്രസംഗിച്ചത് അതാ. അത് പ്രസംഗിച്ചപ്പോഴാണ് അവിടെ അവരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊള്ളുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പി. എന്നാൽ യേശുവിനെ നിങ്ങൾ ക്രിസ്തുവായിട്ട്, നിങ്ങൾ വീണ്ടെടുപ്പുകാരനായിട്ട് നിങ്ങൾ അംഗീകരിക്കണം, വിശ്വസിക്കണം, ഏറ്റെടുക്കണം. അങ്ങനെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്ത് നിങ്ങൾ സ്നാനമേറ്റുന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എന്നുവെച്ചാൽ ദൈവ സാന്നിധ്യം നിങ്ങളിലേക്ക് മടങ്ങി വരും. ഈ പരിശുദ്ധാത്മാവ് എവിടെ വെച്ചിട്ടാണ്? ദൈവ സാന്നിധ്യം മനുഷ്യന് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടത് വീണ്ടെടുപ്പുകാരനായ ദൈവം അയച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടെ നമ്മളുടെ ജീവിതത്തിലേക്ക് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി, അതായത് കർത്താവും രക്ഷിതാവും എന്ന് വെച്ചാൽ രക്ഷിക്കുന്നവൻ ക്രിസ്തുവുമായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കർത്താവും രക്ഷിതാവുമായി, അതായത് നമ്മുടെ കർത്തൃത്വം പാപം ചെയ്തപ്പം നമ്മുടെ കർത്തൃത്വം ആർക്ക് പോയി? നമ്മുടെ കർത്തൃത്വം ആരെ ഏറ്റെടുത്ത്? പാപം ചെയ്ത മനുഷ്യന്റെ കർത്തൃത്വം പിശാചിന്റെ കയ്യിലേക്ക് പോയെങ്കിൽ ദൈവം അയച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടു കൂടി ഒരു വ്യക്തി യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കർത്തൃത്വം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾക്കവിടെ വീണ്ടെടുപ്പ് നടക്കുക, നമ്മുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരിക. എന്ന് വെച്ചാൽ പഴയ പാപത്തിൽ നിന്നും, പിശാച് നമ്മുടെ മേൽ വെച്ച പഴയ ശാപത്തിൽ നിന്നും, അവൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നമ്മൾ വീണ്ടെടുക്കപ്പെടുകയാണ്. ആ വീണ്ടെടുപ്പ് വിലയാണ് യേശു ക്രൂശിൽ കൊടുത്തത്. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടി യേശു അടിയേറ്റു. നമ്മുടെ അകൃത്യങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അങ്ങനെ നമുക്ക് യേശുവിന് നമ്മൾ കർത്തൃത്വം കൊടുത്തപ്പോൾ, യേശുവിനെ നമ്മൾ ക്രിസ്തുവായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ദൈവത്തോട് സമാധാനമായി, ദൈവത്തോടുള്ള ബന്ധം നമുക്ക് വീണ്ടും കിട്ടി. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യനെ നഷ്ടപ്പെട്ടത് യേശുവിനെ ക്രിസ്തുവായി നമ്മൾ സ്വീകരിച്ചപ്പോൾ, ക്രിസ്തുവായി വിശ്വസിച്ചപ്പോൾ നമുക്കത് വീണ്ടും മടക്കി കിട്ടി. അതാണ് ഏകസത്യദേവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം
അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് വിശ്വസിക്കണം? എന്ത് വിശ്വസിച്ചാൽ സ്നാനമേൽക്കേണ്ടത്? യേശു ക്രിസ്തുവാണെന്ന് വിശ്വസിക്കണം. യേശുവാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ. അത് വിശ്വസിച്ച് ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. തിരിച്ചറിവോടെ വേണം നമ്മൾ സ്നാനമേൽക്കാൻ. അങ്ങനെ സ്നാനമേൽക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവെന്ന ആ ദാനം നമുക്ക് ലഭിക്കുന്നത്. എന്ന് വെച്ചെന്നാൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട ആ ദൈവ സാന്നിധ്യം, ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് തിരികെ കിട്ടുന്നതാണ് സ്നാനത്തിലൂടെ. നമ്മൾ ദൈവത്തിൻ്റെ ഭവനക്കാരനായി, ദൈവരാജ്യത്തിലായി. ദൈവരാജ്യത്തിലാണെങ്കിൽ ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും അവകാശികളായി തീർന്നു. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഈ വെളിപ്പാട്, ഇന്ന് ഈ വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഈ തിരിച്ചറിവും വെളിപ്പാട് നിങ്ങൾ പ്രാപിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിലേക്ക് ആദ്യം വരുന്ന ദൈവിക സമാധാനം, ദൈവിക സ്വസ്ഥത കടന്നു വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള സകലമാന മേഖലകളിലും ക്രിസ്തുവേശുവിനാൽ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവം ഉണ്ടാവും. നിങ്ങൾ അവകാശികളായി തീരുക. ക്രിസ്തുവിൽ നിങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടവകാശികളായി തീരുക. ഇന്നത്തെ ഈ ശുശ്രൂഷയിലൂടെ ആ രക്തസ്രാവക്കാരി സ്ത്രീ പ്രാപിച്ച ആ അനുഗ്രഹം, വിടുതൽ, അവൾക്ക് മനസ്സിലായി ഈ യേശുവാണ് ക്രിസ്തു. പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്ത ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഈ യേശുവാണെന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടുകൂടി അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അവൾ വിടുതൽ പ്രാപിച്ചു, സൗഖ്യം പ്രാപിച്ചു. അവൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളമായിട്ട് നമ്മളവിടെ കണ്ടത് അവളുടെ രോഗത്തിൽ നിന്നും അവൾക്ക് സൗഖ്യം ലഭിച്ചു എന്നാണ്. നിങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 എടുത്ത് വായിച്ചു നോക്കുക. അവിടെ അവൾ രോഗസൗഖ്യം പ്രാപിച്ചെന്നല്ല അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, രക്ഷപ്പെടും. വസ്ത്രത്തിൻ്റെ തൊങ്ങലില്ലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന. അപ്പോൾ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അവൾ ക്രിസ്തുവിനെ തൊട്ടു, ക്രിസ്തുവിൽ നിന്നും അവളിലേക്ക് ശക്തി പുറപ്പെട്ടു. ആ ശക്തി മുഖാന്തരം അവളുടെ രോഗം സൗഖ്യമായി. ആ രോഗത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ യേശുവിനെ നമ്മൾ ഹൃദയത്തിലേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ, യേശു ക്രിസ്തുവാണെന്നുള്ള വിശ്വാസത്താൽ നിങ്ങൾ യേശുവിനെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകേണ്ടതായ ഒരു മനോഭാവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിചാരത്തിൽ, വാക്കിൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാലെല്ലാം വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും ക്ഷമിക്കപ്പെടുവാനായിട്ട് മാനസാന്തരത്തോടുകൂടി, തെറ്റുകളെ ക്ഷമിക്കണമേ എന്നുള്ള മനോഭാവത്തോടുകൂടി വേണം യേശുവിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുവാൻ. കാരണം അവിടെ ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന മനോഭാവം അതായിരുന്നു. കാരണം അവളുടെ പാപങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തിയാൽ, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൻ്റെ മേൽ അവളുടെ പാപം ചുമത്തിയാൽ അവർക്ക് വിടുതൽ എന്നുള്ള തിരിച്ചറിവും ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവൾ തീർച്ചയായിട്ടും അവളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കുറിച്ച് ഓർത്ത് അവൾ മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവത്തിലായിരിക്കാം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ചെന്ന് തൊട്ടത്. അപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാടിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാനായിട്ട് തടസ്സമായി നിൽക്കുന്ന പാപങ്ങളെയെല്ലാം യേശുവിൻ്റെ അടുക്കൽ നമ്മൾ ഏറ്റുപറയണം. യേശുവിൻ്റെ മേൽ ചുമത്തണം. നമ്മുടെ അകൃത്യങ്ങളെ നീക്കുവാനാണ് യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങളാണ് ചുമന്നത്, നമ്മുടെ രോഗമാണ് അവൻ വഹിച്ചത്. നമ്മൾ യെശയ്യാ 53 എടുത്ത് വായിച്ചു നോക്കുക. അതിലെഴുതിയിട്ടുണ്ട് ആ ക്രൂശിലൂടെ മനുഷ്യരാശിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും വിടുതലും എന്തൊക്കെയാണെന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ, യേശുവിനെ ക്രിസ്തുവായി ദൈവം നമുക്ക് നൽകി ആ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ, തെറ്റുകളെ എല്ലാം നമ്മൾ ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലണം. യേശുവിനോട് ഏറ്റുപറയണം. അപ്പോൾ ആ പാപമോചനം ലഭിക്കും. പാപമോചനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതം
വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരും. സമസ്ത മേഖലകളും അനുഗ്രഹിക്കപ്പെടും. ആത്മാവിൻ്റെ രക്ഷ, ഏറ്റവും വലുത് ആത്മാവിൻ്റെ രക്ഷയാണ്. അതാണ് നമ്മൾ വായിച്ചത്. യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ നമ്മൾ അവകാശമായി തീരും. അതോടുകൂടി ദൈവത്താലുള്ള സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികളായി തീരും. ഇന്നത്തെ ഈ മെസ്സേജിലൂടെ നിങ്ങൾക്കൊരു മാനസാന്തര അനുഭവം ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ യേശു ക്രിസ്തുവാണെന്നുള്ള വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. 3.5 കൊല്ലം ജീവിച്ച യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് യേശു ക്രിസ്തുവായത്. നമുക്ക് വേണ്ടത് 3.5 കൊല്ലം ജീവിച്ചപ്പോൾ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ നിന്നും ഒരു ഓഹരിക്കാരാകുക മാത്രമല്ല. യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിടുതലുണ്ട്. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ക്രിസ്തുവിൽ ഉള്ള വിടുതലാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പക്ഷേ നമ്മൾ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആ നാമത്തിൻ്റെ മുന്നിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാം മുട്ടുമടങ്ങും. അതുകൊണ്ട് ആ നാമം നമ്മൾ പറയുമ്പോൾ ഒരു രോഗസൗഖ്യം, ഒരു വിടുതൽ, ഒരു ഉയർച്ചയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നേക്കാം. പക്ഷെ അത് നിലനിൽക്കുന്നതായിരിക്കില്ല. പക്ഷേ യേശു ക്രിസ്തുവാണ്, യേശു എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, മിശിഹായാണെന്നുള്ള തിരിച്ചറിവും ബോധ്യത്തോടെയാണ് യേശുവിനെ നിങ്ങൾ സമീപിച്ചിരിക്കുന്നതെങ്കിൽ, ആ വെളിപ്പാടിൽ നിന്നാണ് നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതെങ്കിൽ അതൊരിക്കലും നഷ്ടമാകില്ല. അത് നിലനിൽക്കും. കാരണം അത് വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് നമുക്ക് നൽകിയതാണ്. അത് നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം കൊണ്ടുവന്ന വിടുതലാണ്. അത് നിലനിൽക്കും. ഏറ്റവും വലുത് അതിൽ നമുക്ക് കിട്ടുന്നത് പാപം ചെയ്ത മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് മടങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും. പരിശുദ്ധാത്മാവ് നമുക്ക് അനുദിനം നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നൽകും. നമ്മുടെ ജീവിതം പാപത്തോട് അകന്നു നിൽക്കുന്നതായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്നതായി തീരും. ദൈവത്തെ ആരാധിക്കുന്നതായി തീരും. ദൈവവചനം കേട്ട് അനുസരിക്കുവാൻ നമുക്ക് വളരെ താല്പര്യമായിരിക്കും. നമ്മൾ വീണ്ടും ജനനാനുഭവത്തിലേക്ക് നമ്മൾ വരും. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.